സംസ്ഥാന സർക്കാരിന്റെ 10 വർഷക്കാലത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കാഞ്ഞങ്ങാട് മണ്ഡലം CPI സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാവലിന്റെ പ്രചരണം. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് ഗോവിന്ദൻ പള്ളിക്കാവൽ ന്യൂസ് 18നോട് പറഞ്ഞു. എക്കാലത്തും ഇടതുമുന്നണിയെ മാത്രം പിന്തുണച്ച മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കാഞ്ഞങ്ങാട് വിജയത്തിനപ്പുറം മറ്റൊന്നുമില്ല. ഏതായാലും ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് കാര്യങ്ങൾ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന ഉടനെ തന്നെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനം അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. നാളെ മുതൽ വാഹനത്തിൽ വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള പര്യടനം ആരംഭിക്കുകയാണ്. നല്ല പ്രതീക്ഷയിലാണുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തിയത്. അതിനെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ വലിയ അംഗീകാരവും സ്വീകാര്യതയും ഇതിനകം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഏറ്റവും വലിയ മണ്ഡലം നേരിടുന്ന പ്രശ്നം ഈ വനാതിർത്തികളിൽ കാട്ടാന ഇറങ്ങുന്ന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും പരിഹാരം കണ്ടെത്തുക? അത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി പരിഗണനയിൽ വരേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ എന്തൊക്കെ തരത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ളത് വ്യവസ്ഥാപിതമായ രീതിയിലാണ്. ഏതെല്ലാം മേഖലകൾ ഇപ്പോൾ പ്രചരണം 1ാം ഘട്ടം പൂർത്തിയാകും? ഇനി എന്താണ് അടുത്ത സാധാരണ നിലയിൽ വാഹനങ്ങളിൽ പോയി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ച് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന പരിപാടിയുണ്ട്. അത് കഴിഞ്ഞാൽ വിവിധ ലോക്കൽ അടിസ്ഥാനത്തിൽ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ റാലികളും മറ്റ് സാധാരണ നടക്കുന്ന പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ പുതിയ കാലത്തിനനുസരിച്ചുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള നല്ല പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. എന്നാൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ വോട്ടർമാർ ഒരു ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാട് വലിയ വെല്ലുവിളിയൊന്നുമില്ലെങ്കിലും അദ്ദേഹം പറയുന്നത് ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന് തന്നെയാണ്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.